let's get back to my channel. Welcome to my Kadangada series 1. അങ്ങോട്ട് ചേരുന്ന മൂലക്കിരുന്ന് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാ, ഓണാക്കിയില്ല. ആന ആന ഒറിജിനലാണ്, 11 പഴം ഒറിജിനലാണ്. പക്ഷെ ആന കഴിച്ചില്ല. എന്തുകൊണ്ട്? ആന ഒറിജിനലാണ്, പഴം ഒറിജിനലാണ്. ഇത് അവിടെ അല്ല കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ മാർത്തി ഞങ്ങളുടെ വേദിയിലോട്ട് കടന്നിരിക്കുക. ഒരു ക്വസ്റ്റ്യൻ, ആനക്ക് പഴം പഴല്ല തിന്നാൻ വേണ്ടിട്ട്. അപ്പോഴേക്കും ആന ഒറിജിനൽ പഴം തിന്നാൻ കൊടുത്തു. ആന കഴിച്ചില്ല. കാരണം വേണ്ടായിരുന്നു. അല്ല, തൊലി ഉരിഞ്ഞ് വെക്കാൻ ഉള്ള പഴം അല്ല, നല്ല പഴം, ജൈവവളം അല്ലാത്ത പഴം. ശിവരാമ, നിന്റെ തലയ്ക്ക് വെളിവില്ലാണ്ടായിട്ടുണ്ട്. അബദ്ധം കാണിക്കല്ലേ. നല്ല പഴമായിരുന്നു പറഞ്ഞു. എല്ലാവർക്കും തിന്നാൻ പറ്റുന്ന നല്ല ഫ്രഷ് പഴം. അപ്പൊ എല്ലാവർക്കും തിന്നാന്ന് ആയതുകൊണ്ട് ആന തിന്നുന്നത് അല്ല. ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല. അമ്മായി ഫിഷ് ഫ്രൈ. നേരത്തെ പറഞ്ഞിട്ട് ഉത്സവത്തിനിടയിൽ ആനക്ക് വേറെ കോള് വന്നപ്പോ മഴക്കിട്ടിരിക്കുമായിരുന്നു ആരെങ്കിലും ആയിട്ട്. ആടി ഗാലാറ്റോട് കൊച്ചാണ്. അയ്യോ, ആനക്ക് നേന്ത്രപ്പഴം ഇഷ്ടം അല്ലേ? ചെറിയ പഴയതൊന്നാണ്. അല്ല, ചെറിയ പഴമൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറയട്ടെ, ഈ ഒറിജിനൽ ആന ടിവിയിലും പഴം ഫ്രണ്ടിലും. இது பிறந்ததுல இருந்தே இப்படித்தானா? மூளை வளர்ச்சி குறைவா. 10ഉം 3ഉം കൂട്ടുമ്പോൾ ഉത്തരം 18 കിട്ടുന്നത് എപ്പോൾ? കണക്ക് തെറ്റുമ്പോ അത് ശരിയല്ലേ? നല്ലൊരു ചോദിക്കും, ചിന്തിക്കാനുള്ള ചോദിക്കും. ഒരു പഴത്തിന്റെ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ആപ്പിൾ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ കിട്ടുന്നത് ഭൂമിയിലെ ബുദ്ധി വെച്ച് ചിന്തിക്കേണ്ടതാണ്. ഇല്ലാത്തതുകൊണ്ട് ഉപയോഗിക്കേണ്ടി വരും. ഏറ്റവും കൂടുതൽ ആപ്പിള് നല്ല ഫ്രഷ് ആയിട്ട് എവിടെയാണ് കിട്ടുന്നത്? ആപ്പിളിന്റെ കമ്പനിയിലാണ്. ഐ മീൻ കഴിക്കുന്ന ആപ്പിൾ തോട്ടത്തില്, മരത്തില്, என்னை யாராலையும் அழிக்க முடியாது. സ്വന്തമായി കസേരയുള്ള മാൻ ആരാണ്? അത് പെട്ടെന്ന് അറിയാം. സ്വന്തം കസേരയുള്ളത് ചെയർമാൻ. എന്താ പറയുക? ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലില് ഒരു ആനയും ഒരു ഉറുമ്പുണ്ടായിരുന്നു. ഓക്കെ, ആ ആനയും ഉറുമ്പ് ഒരു പാലം ഇങ്ങനെ ക്രോസ് ചെയ്തുള്ള സമയത്ത് അവര് ഫ്രണ്ട്സാണ്. ഒരു പാലം ക്രോസ് ചെയ്യുന്ന സമയത്ത് അവർ രണ്ടുപേരും കൂടെ താഴെ വീണു. അവർ രണ്ടുപേരും കൂടെ താഴെ വീണു. അപ്പൊ ആന എന്ത് ചെയ്തു? തുമ്പിക്കൈ പൊക്കി പിടിച്ചു, ശ്വാസം പൊക്കി ചാവാതിരിക്കാൻ വേണ്ടി. പക്ഷെ ഉറുമ്പ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത്തെ കൈ പൊക്കി പിടിച്ചു. എന്തിനായിരിക്കും? രക്ഷിക്കണേന്ന് പറയുന്നത് അല്ല, ഇടത്തേക്കായി എന്തിനാ പൊക്കി പിടിച്ചെന്നോ? വെള്ളത്തിൽ വലത്തേക്കായി പൊക്കി പിടിക്കാൻ പറ്റില്ലായിരുന്നു. വലത്തേക്കായി ആനയുടെ അടിയിലായിരുന്നു. അല്ല, വലത്തേക്ക് മുക്കിന് പിടിച്ചില്ല. രണ്ടുപേരും സെപ്പറേറ്റ് എടുക്കുന്നത്. അതിന് ആദ്യം തുമ്പിക്കൈ പൊക്കി പിടിച്ച് ശ്വാസം മുട്ടി ചാതിരിക്കണം. ഉറുമ്പിന് തുമ്പിക്കായില്ലല്ലോ. ഇല്ല, അതുമല്ല. ഉറുമ്പ് ഇടത്തെ കൈയാണ് പൊക്കി പിടിച്ചത്. എന്തുകൊണ്ട്? കൈ കൊണ്ട് അല്ല, കൈ പൊക്കിക്കൊണ്ട്, വെള്ളത്തിൽ ഇരുന്നുകൊണ്ട്, മുങ്ങിക്കൊണ്ട്, നിങ്ങൾ വിചാരിക്കുന്നതിനും താഴോട്ട് ഇരുന്നുകൊണ്ട്, കൈ കൊണ്ട്
അല്ലയാണ് പറഞ്ഞത്. Many months later. കുറുപ്പ് എടുത്ത കയ്യിലാണ് വാച്ചിട്ട് എവൾക്ക് ഭ്രാന്തടാ. താറാവുകൾ ഒന്നിന് പിറകെ ഒന്നായി നടക്കുന്നത് എന്തുകൊണ്ടാണ്? അറിയാത്തോട്ടായിരിക്കും. കാലുണ്ട്. താറാവ് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒന്നിന് പിറകെ ഒന്നായിട്ട് ഒന്നിനു പുറകെ രണ്ടാമതിന് അറിയില്ല. எதுக்குடா இங்க வந்த ஏன்டா என்ன டென்ஷன் பண்ற ഇറ്റ്സ് ഗുഡ് ആൻസർ. എടാ ഒന്നിന് ഒന്നിന് പിറകെ ഒന്നായി നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്നിനു പിറകെ ഒന്നായിട്ടോ. അതായത് അവർ ഭയങ്കര വലിയ വലിയായിട്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്? അവര് മറ്റേ താറാവിന്റെ മറ്റേ സാധനം എടുത്തോണ്ട് മറ്റേ ആ ഫ്രണ്ടിൽ താറാവിനെ കൊണ്ടുവന്ന ആൾക്കാർ ഒരു വലിയ വടി. എടി അങ്ങനെയല്ല, ആൾക്കാർ നയിച്ചോണ്ട് പോകുന്നല്ല ഉദ്ദേശം. താറാവിന്റെ അമ്മ താറാവിന്റെ പുറകെയല്ലേ അമ്മ താറാവ് അല്ലേ അതെന്ത് ഉദ്ദേശം? അതോ വെറും താറാവ്? വെറുന്താ. എല്ലാം വെറും താറാവ്. വെറുന്താ. പുറകെ പുറകെ ആ കാരണം അത് ഒന്നിന് ഓവർടേക്ക് പോകാൻ പറ്റും. ആണോ? ഓവർടേക്ക് അതിനങ്ങനെ നടക്കുന്നത് എന്തുകൊണ്ട്? നടക്കുന്നു, ഓടാൻ പറ്റാത്തോണ്ട്. അല്ല, അവരോടും ചെയ്യും അങ്ങനെ. താറാവ് ഓടുന്നു ആലോചിച്ച് என்னை யாராலையும் அழிக்க முடியாது. நானே அழிச்சுப்பேன். ക്ലൂ തരും. അതെ, അത് ആ മുന്നിൽ നടക്കുന്ന താറാവിനെ നോക്കിയാണ് പുറകെ നടക്കുന്നത്. നടന്നു നടക്കുന്നത് ഇത് നടന്നു പോകും. അത് വളരെ കുറെ കഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ആലോചിച്ചെടുക്കാൻ. ഇന്നലെ ഒരു പല്ലിന് കമ്പിട്ട കഥ, പല്ലില് തമ്മിൽ ബൈബിളിലെ പല്ലിന് കമ്പിട്ട കഥ പാട്ടിയാണ് പറഞ്ഞത്. ആ അത് പല്ലിന് പറയാം. കമ്പിടാത്ത ഇത് പറയുന്നത് അത് എന്ത് പറഞ്ഞിട്ടായിരുന്നു? എന്താണ് ശർമ്മത്തിരിക്കാനോ? ഒന്നിനു പുറകെ ഒന്ന്. താറാവ് 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 തോറ്റോ? കഴിഞ്ഞു. ഇത്ര ഉള്ളു ഒരു താറാവ്. താറാവ് ബാക്ക് ബാക്ക് ബാക്ക്. ഇത് ChatGPT ആണ് ഇതിനകത്ത്. ഇതെല്ലാം വിജയിച്ചിരിക്കുന്നു. ഗൂഗിളിൽ എത്ര നിലവാരമുള്ള ബാക്ക് 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 എന്ന് പറയുമ്പോ അവരെന്തെങ്കിലും അതെ, ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്നാണ് ഇത്. ബാക്ക് 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 ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന അയാളോട് ആരാ വഴക്കെന്ന് പറയുന്നത്? അയാൾ ബാക്കിൽ നമുക്ക് കമാൻഡ് കൊടുക്കില്ലേ? ബാക്ക് ബാക്ക് ബാക്ക്. അപ്പൊ അയാൾക്ക് അങ്ങനെ കമാൻഡ് കൊടുക്കാൻ അറിയുന്നു. ബാക്ക് ബാക്ക് ബാക്ക്. അയാളൊന്നുമില്ലാരില്ല. അയാള് ജനിച്ചപ്പോ തൊട്ട് ശീലിച്ചത് എന്നിട്ട് എന്ത്? ഇന്നലെ ഒരു നമ്മളെന്തോ ഒരു ജീവിതത്തിൽ എന്തോ ഒരു അനുഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് പല്ലില് അതായത് രാവിലെ ബ്രഷ് ചെയ്യുന്നത് ഒരു നമ്മുടെ കൂട്ടത്തിലൊരു സജി വീട്ടിൽ തന്നെ ഇരുന്നാ മതി. നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിക്കണ്ടാട്ടാ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു രാവിലെ ബ്രഷ് ചെയ്യാതെ ബ്രഷ് ചെയ്യാൻ മറന്നു പോകും നമ്മള്. അതെ, കോളേജിൽ പോയിരുന്നു. കോളേജിൽ പോയിരുന്നു. കോളേജിൽ ക്ലാസ് ഇല്ല. ഓടിക്കോ പ്രേമ പതിയെ പോടാ എനിക്ക് ദേശത്തെ വഴിയേറിയില്ല ഞാൻ പറയട്ടെ, ഇപ്പൊ ചില ദിവസങ്ങളിൽ പ്രത്യേക ദിവസങ്ങളിൽ നമ്മള് അറിയാണ്ട് ബ്രഷ് ചെയ്യാൻ മറന്നു പോയെന്ന് വിചാരിച്ചോ. അപ്പൊ എന്നോട് ചോദിച്ചു ബ്രഷ് ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അത് ഫീൽ ചെയ്യത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഫീൽ ചെയ്യത്തില്ല, അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നരുന്നോളൂ. അത് റെഡി. അതൊരു അല്ല, അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നിനക്ക് പല്ല് തേച്ചില്ലെങ്കിൽ അസ്വസ്ഥതകളുണ്ട്. അല്ല അത് ഫീൽ ചെയ്യത്തില്ലേ? പല്ല് തേക്കാതിരുന്ന് കഴിഞ്ഞാൽ അപ്പൊ ഫീൽ ചെയ്യത്തില്ലേ എന്ന് ചോദിച്ചു. എനിക്കത് പെട്ടെന്ന് മനസ്സിലാവില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ എന്നോട് ചോദിക്കുക അപ്പൊ ഇവിടെ എന്ത് ഫീലിംഗ് അതായത് ഇവിടെ കഥ ഉദ്ദേശിച്ചത് ഇവിടെ ഉദ്ദേശിച്ചത് ആ. പല്ല് തേക്കാത്തവർക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവും. ഉണ്ടാവും, ഒരു അസ്വസ്ഥത. അത് നിനക്കും ഉണ്ടാവും. ഇവൾക്ക് തേക്കാത്ത വ്യക്തിത്വത്തിന് അത് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ചോദിച്ച വ്യക്തി പറയാണ് പല്ല് തേക്കാത്ത ഒരാൾക്ക് ഒരു വികാരം ഉണ്ടാവും. ആ വികാരം എന്ന് പറയുന്നതിന് ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് ഈ പല്ലിൽ കമ്പിട്ട് കഴിഞ്ഞാല് നമുക്കൊരു അസ്വസ്ഥത ഇട്ട് കഴിഞ്ഞാൽ പറയട്ടെ. പല്ലിൽ കമ്പിട്ടവർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ പറഞ്ഞു ഞാൻ പല്ലിൽ കമ്പിട്ടിട്ടില്ല. എക്സാമ്പിൾ പറഞ്ഞാണ് പല്ലിൽ പല്ലിൽ കമ്പിടാത്ത ഒരാള് പല്ലിൽ കമ്പിടാത്ത ഒരാളാണ് പല്ലിൽ കമ്പിട്ടാത്ത അവസ്ഥ. ഞാൻ ഉദ്ദേശിച്ചത് ഇനി
ഇക്കാക്ക ആണോ? അയ്യേ, ഞാനൊരു തട്ടിമുട്ടി റോഡിലിരിക്കുന്ന ആളല്ല. എന്റെ കൂടെ ആരായിക്കോട്ടെ ഇവിടെ. ഒന്ന് ക്വസ്റ്റ്യൻ ആരെയും ഉറുമ്പും നടന്നു വരികയായിരുന്നു. പെട്ടെന്ന് ആന തലയിറങ്ങി വീണു. ഇത് കണ്ടതോടെ ഉറുമ്പും ബോധം കിട്ടി വീണു. എന്തുകൊണ്ടാണ്? ആന തലകറങ്ങി ഉറുമ്പിന്റെ മേത്തായിരുന്നു. ആനയാണോ ആദ്യം തന്നെ ഇറങ്ങിയത്? ഉത്തരം പറഞ്ഞാൽ ഞാനിവിടെ കിടന്ന് ആനയാണോ ആദ്യം തന്നെ ഇറങ്ങിയത്? അല്ല, ആന തലയിറങ്ങി വീണു. അപ്പൊ ഉറുമ്പ് പെട്ടെന്ന് അതിനൊപ്പം തലയിറങ്ങി. പിന്നെ ഒരാൾ തലകറങ്ങി വീണെങ്കിൽ ആനേനെ അടുത്ത് ഹോസ്പിറ്റലിൽ പോണല്ലോ. അത് വിചാരിച്ചപ്പോ ഉറുമ്പ് തലകറങ്ങി. ഞങ്ങള് വരെ വേദനയുള്ള ആൾക്കാരാണ്. ഫേസ്ബുക്കിലേതോ അമ്മാവൻ കൂവക്കണ്ടത്തിലോട്ടൊക്കെ താഴെ പരിപ്പുവട പെട്ടെന്ന് ചൂടാറുന്നത് എന്തുകൊണ്ട്? കാറ്റടിക്കുന്നുണ്ട്. പരിപ്പടം കണ്ടിട്ട് കുറച്ചേരം ആയതുണ്ട്. പരിപ്പ് എല്ലാം ചൂടാവുമല്ലോ. പരിപ്പടം ചൂടാവുള്ളൂ. അത് ഞാൻ പറയുന്നത്. ഈ വക കാര്യത്തിൽ എന്റെ മനസ്സലി ഞാനൊരു മനുഷ്യനല്ലേ അല്ലടാ അല്ലടാ ആണ് എന്റെ പരിപ്പടക്ക് ചൂടാവാൻ അറിയാത്തോണ്ട്. പരിപ്പുവട പരിപ്പടയില് എനിക്കൊരു ആൻസർ കിട്ടും, പക്ഷെ അത് പറയാൻ പറ്റില്ല എനിക്ക്. പരിപ്പട ആയതുകൊണ്ട്. பைத்தியக்காரத்தமா ஏதாவது பேசிட்டே கூடாது. நானும் பார்த்துட்டே இருக்கேன், பைத்தியம் மாதிரி பேசிட்டு இருக்கீங்க. மொத்தமா சொல்றேன். ഉത്തരമില്ലാത്ത ചോദ്യം വായിച്ചു പോയി. അതിലൂടെ നമുക്കൊരു നമ്മളിപ്പോ അങ്ങനെയാണ് പുതിയ ആൻസറുകൾ വണ്ണത്ത് കണ്ണത്ത് നമ്മള് ഇടത്തൊന്നുമില്ലല്ലേ? അതായത് എന്ത് നമ്മള് ഇതെന്തോ കിടക്കിടക്ക് ഫോട്ടോ എടുക്കുമോ? ഇല്ല. അതായത് നമ്മൾ വീഡിയോ തന്നെയല്ലേ? നമ്മൾ ഇല്ലാത്ത ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്താം. എന്നാ നീ പറഞ്ഞു. അറിയത്തില്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും അറിയുന്നത് കമന്റ് ചെയ്യും. പരിപ്പുള്ള അതെത്താ തന്തൂരി പോയത്. ലവ് ഫ്രം ചെന്നൈ. അത് വിട് ഷാജിയേട്ടാ, ഇതിലും വലുതെന്തോ വരായിരുന്നതാ. ഇതിലും വലുതല്ലാണോ വരാനുള്ള സുനാമിയ? കണ്ണീർ മഴ അത് പാട്ടല്ലേ? കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ജോലിക്കുക. ചിരിയുടെ കൂടെ ജോലി. എനക്കറിയില്ല. ചിരിയുടെ കൂടെ അത് എന്തിനാണ് ചിരിയുടെ കൂടെ ജോലിയെന്നോ? അല്ല, ആ പാട്ട് നിങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ ബഹുമാനപ്പെട്ട DGP എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്, ഇവൻ കള്ളനാണ്, ഇവന്റെ തന്ത പെരുങ്കള്ളനാണ്. അങ്ങനെയുള്ളൊരുത്തിന്റെ വാക്ക് വിശ്വസിക്കരുത്. ഇതിലൊക്കെ നമ്മള് അത് 117 പേര് കാണുന്നില്ല. അത് നമുക്ക് വിഷയമില്ല. 114 132. We are leading from 132. ഇന്നും കൂടെ കൂട്ടി 133. കേയില്ല. പ്രേക്ഷകര് തെറ്റിദ്ധരിക്കുന്നത് ഞങ്ങളുടെ കോളേജിൽ 50 പേരും ഈ കോളേജിൽ 50 പേര് പോലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. വിഷാദപൂർവ്വം. പക്ഷെ അവരെല്ലാം ഫുൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? നീ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? നീ എന്റെ ഫോണിൽ ചെയ്തു. ഇവിടെ യൂട്യൂബില് ഞാൻ ലൈവായിട്ട് ഇപ്പൊ കാണിക്കുന്നത്. എന്റെ യൂട്യൂബ് എടുത്ത് ഞാൻ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തു. നമ്മള് രണ്ടാളും ഒരേ ലെവലാ. യൂട്യൂബ് ഉണ്ടോ നിങ്ങളുടെ വീട്ടില്? ശരി. സ്പേസ് ഇല്ലാത്ത പോവാനാണ്. ആർക്കെങ്കിലും ഈ ഉണ്ടെങ്കിൽ ഈ നാട്ടില് അവർക്ക് രണ്ടും നേരത്തെ ഒരു നേരത്തെ കാലത്തെ വലിയ പുള്ളികളായിരുന്നു. ആ കാലത്തെ അന്ധകാലത്തെ ആള് അല്ലേ? ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ നമ്മൾ കഴിക്കാത്തത് ലഞ്ച്. എന്റെ ആൻസർ തന്നെ നിങ്ങൾ പറയാം. ഉച്ചഭക്ഷണം. ചോറ്. രാവിലെ ചോറ് കഴിക്കാൻ തുടങ്ങി. വാഴ ചോറിന് കഴിക്കും.
നിന്റെ അടുത്തെത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം. ഇവളുടെ അടുത്തെത്തതല്ല നീ ഉദ്ദേശിക്കുന്ന അടുത്തന്നെ പറയണത്. എനിക്കൊന്ന് കിടക്കണം. ഈ പച്ചക്കറി എത്തിച്ചും കറക്റ്റ് പക്ഷേ ഞാൻ പറഞ്ഞുത്തരം പറയാം. ഉച്ചഭക്ഷണത്തിന് ആഫ്റ്റർനൂൺ ഭക്ഷണം. ലഞ്ച്. മലയാളത്തിലാണ് ഇംഗ്ലീഷിലോ? ലഞ്ച്. ഡിന്നറോ? അതിലൂടെ ലഞ്ച് ഉണ്ടല്ലോ. അല്ല പക്ഷെ നമ്മള് അതിന്റെ ബ്രേക്ക്ഫാസ്റ്റിനോട് കഴിക്കുമോ? ഞാൻ പറഞ്ഞു ഞാൻ പറയുന്ന ഉത്തരം ആണ്. അപ്പൊ ഇടക്കിടക്ക് വന്നോണ്ട് മുടിയായിരിക്കും ചിലപ്പോ. അല്ല അതല്ല സൗന്ദര്യം ഒരു വിഷയമല്ല. ഉണ്ടെങ്കിലല്ലേ വിഷയം. തിരക്കുള്ള റോഡിൽ ഡ്രൈവർ തെറ്റായ തിരക്കുള്ള നല്ല തിരക്കുള്ള ഒരു റോഡ്. പക്ഷെ ഭയങ്കര തിരക്കെടുത്ത റോഡിൽ ഡ്രൈവർ തെറ്റായ ദിശയിൽ പോകുന്നത് കണ്ടിട്ടും പോലീസ് ഒന്നും പറഞ്ഞില്ല. പോലീസൊന്നും പറഞ്ഞില്ല. പറയണ സമയം കിട്ടില്ല, അത്ര സ്പീഡിലാണ് പോയത്. ഈ തെറ്റായ ദിശയിൽ പോയിക്കൊണ്ടിരിക്കും. തെറ്റായ ദിശയിലാണ് പോയത്. അങ്ങോട്ട് പോട്ടെ. ആംബുലൻസും ഫയർഫോഴ്സും അല്ലാണോ? അല്ല അതല്ല പോലീസ് അവര് തെറ്റായ ദിശയിൽ പോകുമ്പോ പോലീസുകാരെ അത് പറയുന്നുണ്ട്. തെറ്റായ ദിശ പോയത്. ആംബുലൻസും അങ്ങനെ പോയാൽ പറയൂലേ. അത്ര അഹങ്കാരം പോകട്ടെ. വല്ല ടോയ്ക്കാരനാണ് ഡ്രൈവർ. ഡ്രൈവർ ഒറ്റയ്ക്ക് നടന്നു പോയായിരിക്കും. അത് ഇവള് ടോയ്ക്കാർ എന്ന് പറഞ്ഞാൽ നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. നടന്നാണോ പോയത്? അന്ന് തെറ്റായ ദിശയിലേക്ക് നടന്നു. അയാൾ തെറ്റായ ദിശയിൽ നടന്നല്ലേ പ്രശ്നമുള്ളൂ. തിരക്കുള്ള റോഡിൽ വെളുക്കും തോറും വൃത്തികേടാകുന്നത് എന്ത്? ബ്ലാക്ക് ബോർഡ് സ്റ്റാൻഡേർഡ് ആകട്ടെ. ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ച ശേഷം ജനിക്കുന്നതുമായ ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ച ശേഷം ജനിക്കുന്നതുമായ പേര് ഇപ്പോൾ വേറെ 4 മൂലകളുള്ള ഒരു കടലാസിന്റെ ഒരു മൂലം മുറിച്ച് കളഞ്ഞാലോ എത്ര മൂലം ഉണ്ടാകും? 6 മൂല. 5 മൂലം. കണക്കിൽ ഞാൻ പണ്ടേ മാറി കറുപ്പുത്തരായി പോയി. അത് മാറ്റത് തേനീച്ച മൂടുന്നത് എന്തുകൊണ്ടാണ്? ചെറുകിന്റെ ശബ്ദം. പറയാനറിയാത്തോണ്ട്. എടി പോയടി. ഞാൻ സ്കൂളിൽ കേട്ട സാധനം എടി പറഞ്ഞോണ്ടിരിക്കണേ. എന്റെ അവിടെ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിന്റെ താഴെ പോയിട്ട് ആളെ സംസാരിക്കല് ഞാൻ ഒരിക്കലും വിടില്ല. ഇറ്റ്സ് ഓവർ. നമ്മൾ സ്കൂളിലൊക്കെ പോയ ശരിക്കും തേനീച്ച മൂടുന്നത് ചെറുകിന്റെ ശബ്ദം അല്ല. അതെ അല്ല. അതെ ആണ്. അതെ അവള് ബയോളജി കേട്ടോ. നീ ബോട്ടണി ഇല്ല. അതിനെന്താണ് എനിക്ക് അതിനെപ്പറ്റി അറിയാൻ അല്ല നീ ബോട്ടണി എല്ലാവരും ബോട്ടണിയാണ്. BS botany, MS botany. അത് MSc പറഞ്ഞാൽ BSc അല്ലെന്ന് വെച്ചായിരിക്കും. والله انك ابن حرام. കണ്ടുപിടിക്കുമ്പോ എന്റെ സ്റ്റോറി